നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകൾ വാട്സപ്പിൽ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. കുറേ വാട്സപ്പ് കോളുകൾ മാത്രം വന്ന് കിടപ്പുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഹലോ. ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ട്, ഇറങ്ങാറില്ലേ? മനസ്സിലായില്ലേ? ഡെയിലി സംസാരിക്കുന്ന ആളുകളെ മനസ്സിലായെന്ന് പറയുമ്പോൾ വിഷമമുണ്ട് കേട്ടോ. ഹലോ. ഹരി പത്തനാപുരം എന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും? സാറല്ല, ഹരി പത്തനാപുരം. ഹരിച്ചേട്ടാന്ന് വിളിച്ചേ. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഞാൻ 4/1/2001. 4/1/2001. സമയം? സമയം 12:10. ഉച്ചയ്ക്കാണോ മോനെ? ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് 12:10 മോനെ. അശ്വതി നക്ഷത്രം. അതെ. വ്യാഴാഴ്ച ദിവസം ധനു 20-ാം തീയതി. ഇപ്പൊ ജോലിയുടെ കാര്യത്തിലാണോ മോനെ സ്ട്രഗിൾ ചെയ്യുന്നേ? ഒന്നും വിഷമിക്കണ്ട. മോന് കുറച്ച് നാളായിട്ട് കണ്ടകശനി കാലമൊക്കെ ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. മാത്രമല്ല ദശാകാലഘട്ടം നോക്കുമ്പോഴും കുറച്ച് മോശമായിട്ടുള്ള അപഹാര കാലങ്ങളൊക്കെ ആയിരുന്നു. അതെന്താ വെച്ചാൽ വെറുതെ നടക്കേണ്ട കാര്യങ്ങൾ പോലും ഡിലേ വന്ന് പോകുന്ന സമയമായിരുന്നു മോനെ. റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ വരെ വന്നിട്ട് മാറിപ്പോകും. മോൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലിയൊക്കെ കിട്ടാതെ പോവുകയും അതുമൂലം വല്ലാണ്ട് വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന പീരീഡ് ആയിരുന്നു. ഇപ്പൊ അത് ചെറുതായിട്ട് മാറി വരുന്നുണ്ട് കേട്ടോ. പോസിറ്റീവായിട്ടിരിക്കണം. ഇപ്പോ എന്താണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ? ഞാൻ ഈ പാരാമെട്രിക് ഉണ്ടല്ലോ, അങ്ങനത്തേക്കൊക്കെ. പാരാമിലിറ്ററി. ഓക്കെ. ശരി. അതെങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. SSC വഴിയൊക്കെ അങ്ങനത്തെ. ശരി. അപ്പം അതിനുവേണ്ടിയുള്ള പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? വെരി ഗുഡ്. അപ്പം മോനെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചോ. തീർച്ചയായിട്ടും മോനെ സംബന്ധിച്ച് നല്ലൊരു ജോലി കിട്ടും. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ആവരുത്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കണം കേട്ടോ. അമ്പലത്തിലൊക്കെ പോവോ? പിന്നെ എവിടെ ഇഷ്ടമുള്ളത് ആരാ? ശ്രീകൃഷ്ണനെയാണോ അതോ ശിവനോ? ശിവനെ. അപ്പോൾ അത്യാവശ്യമായിട്ട് മോൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലൊന്ന് പോകണം. എന്നിട്ട് നവഗ്രഹ അർച്ചന നടത്തണം. അതൊന്ന് ചെയ്യണം. പിന്നെ നാഗരാജ ക്ഷേത്രത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കണം കേട്ടോ. ഇപ്പൊ ശിവക്ഷേത്രത്തിൽ പോകുന്ന പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ലതുപോലെ പരിശ്രമിക്കുക. നെഗറ്റീവ് ആവരുത്. ആദ്യം കുറച്ച് നാൾ കിട്ടാതൊക്കെ ഇരിക്കും. അങ്ങനെ വരുമ്പോൾ മനസ്സുകൊണ്ട് പതറരുത്. വീണ്ടും വീണ്ടും ശ്രമിച്ച് നല്ല ജോലി മേടിക്കണം. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം. ശരി മോനെ, വെച്ചേക്കട്ടെ. ടാറ്റാ. കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടെന്ന് അത്യാവശ്യം വിളിക്കുമെന്ന് ചോദിച്ചിട്ട് ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ. നമസ്കാരം. നമസ്കാരം. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ആളാ സൂര്യ TV. ഉറച്ചു പറയൂ. കേട്ടില്ല. കുറെ തവണ മെസ്സേജ് അയച്ചു. പറഞ്ഞോ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോ. ഞാന് 1/1/2007. 1/1/2007. സമയം? 10:07. 10:07 AM ആണോ PM ആണോ? രാവിലെ. രോഹിണി നക്ഷത്രം. എന്റെ അല്ല, രോഹിണി നക്ഷത്രം. അങ്ങനെയാ പറഞ്ഞല്ലേ, എന്റെ ആണോ നല്ല ചോദിച്ചു. തിങ്കളാഴ്ച ദിവസം ധനു 17-ാം തീയതി. പഠനം അല്പം ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് ഇപ്പൊ ഭയങ്കര പ്രശ്നമാണേ. ഇപ്പൊ ചെറിയ വിഷമാണ്. പഠിത്തത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറയണം. ഏകാഗ്രതയില്ലായ്മ കുറച്ചൊരു പ്രശ്നമാണ്. പിന്നെ കുറച്ച് ദേഷ്യ സ്വഭാവമൊക്കെ ഇപ്പൊ വരും. ഭയങ്കര ദേഷ്യം. നന്നായി പഠിച്ചിരുന്നു, ഇപ്പൊ തീരെ പഠിക്കുന്നില്ല. അതാണ്, അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പൊ ഉള്ളത്. ഈ ദേഷ്യത്തിലൊന്നും പറയരുത് കേട്ടോ. സ്നേഹത്തോടു കൂടി പറയുക. അപ്പൊ അത് കുറച്ചുകൂടെ അതായിരിക്കും കേൾക്കുന്നത്. ദേഷ്യത്തിൽ പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അതെ. പിന്നെ നിങ്ങളും എനിക്ക് തോന്നുന്നു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇടപെടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് അയാൾക്കൊട്ടും ഇഷ്ടമല്ല. നമ്മളുടെ ഈഗോ അല്പം മാറ്റി വെക്കാൻ വേണ്ടി നോക്കുന്നതാണ് നല്ലത്. കാരണം ജയിക്കാൻ പറ്റത്തില്ല. എങ്ങനെങ്കിലും പഠിച്ചൊരു ജോലി മേടിക്കണ്ടേ? അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കണം. ഇപ്പം കണ്ടകശനിയാണ്. പഠിത്തത്തിൽ കുറച്ചുകൂടി ഒന്ന്
ഏകാഗ്രതയോടുകൂടി പോകാൻ വേണ്ടി പറയണം. ഉം. കാരണം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ആ ആ ആ. മനസ്സിലായോ? നല്ല പ്രശ്നത്തിലാണ് ഇപ്പൊ തീരെ പഠിക്കണില്ല. അതാണ് ഇടയ്ക്ക് നിർത്തണം എന്നൊക്കെ പറയൂ. അതിലാണ് എനിക്കൊരു പ്രയാസം. ആ അത് പറയിക്കാതിരിക്കാൻ നോക്കിക്കോണം കേട്ടോ. ആ ആ ആ. സ്നേഹത്തോടുകൂടി മോൻ നല്ലോണം പരിശ്രമിക്ക്, തീർച്ചയായിട്ടും മോനെ സംബന്ധിച്ച് കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ആ ആ ആ. പിന്നെ അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാ. ആയിക്കോട്ടെ. അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം 1 കൊല്ലക്കാലം നടത്തുന്നത് നല്ലതാ. ആ ആ ആ. അങ്ങനെയും കൂടെ ഒന്നും ചെയ്യാൻ വേണ്ടി നോക്കിയാട്ടെ ഉം, ഉം. കേട്ടോ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, വിമർശനങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർ ഇൻകമിംഗ് നമ്പർ കൂടി വെക്കുക, 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.